ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കിയാണ് നിങ്ങൾ ഇതെന്താണെന്ന്. ചെമ്മീന് പടവല അതുകൊണ്ട് തോരൻ വെക്കാൻ പോവുക. അടിപൊളി തോരനേക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ ഞാനത് വീണ്ടും എന്താ പറയുന്നത് വെച്ചാൽ, എത്രയോ കാലമായി നമ്മളിത് തുടങ്ങിയിട്ട്. നിങ്ങളാരും നമ്മളതൊന്നും മൈൻഡ് വെക്കണില്ല. ഞങ്ങൾക്ക് കുറേ കേസ് കെട്ട് കിട്ടും. അതിൻ്റെ പുറകാണ് പോയിട്ട് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അവിടെ കിടക്കുക മക്കളെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് എന്താ ഇപ്പോൾ പറയുക, ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ പെട്ടെന്ന് ചെയ്തോളിട്ടോ. ഓല വയസ്സ് അങ്ങനെ നടന്നോട്ടെ. പച്ചറയൊക്കെ കൂടി നമുക്ക് നമ്മളെ വയസ്സ് ഇങ്ങനെ നടക്കാം. അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അതാ ഒരു പാത്രം എടുത്ത് ഇത് ചെമ്മീൻ പൊടി എല്ലാം കഴുകിയൊക്കെ ഒന്ന് ആക്കി വെച്ചതാണ്. ഇനി ഇതിൻ്റെ ഈ എന്താണ് മുകളിലുള്ള ഈ ഇതൊന്ന് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞിട്ട് ഇതിങ്ങനെ ചിരകി കളയാം. അങ്ങനെ എന്നിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിങ്ങനെ ചിരകിയിട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാവേ. അപ്പോൾ പടവലം ഇതുപോലെ ഇട്ടാൽ നുറുക്കി വെച്ച് കണ്ട. പിന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ പൊടി ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് വെച്ചാൽ വാലും തലയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ കൊണ്ട് വയ്ക്കുക. ഇന്നത്തെ കറിയാട്ടത് നോക്കിയോളി. വെളിച്ചെണ്ണ ലേശം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടിയ സാധനങ്ങളാണ് പകുതി സവോള, കുറച്ച് കുഞ്ഞുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു ഇഞ്ചിൻ്റെ ചെറിയ പീസ് ചതച്ചത്, വെളുത്തുള്ളി, ഒരു ചുമന്ന ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കടുകിട്ട് കൊടുക്കുക. ചൂടാവട്ടെ, അല്ലെങ്കിൽ പൊട്ടൂല. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കുഞ്ഞ് സ്പൂണ് ഒരു സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇത് അളവ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ തോനെ ഉണ്ടാക്കുന്ന വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ വെളുത്തുള്ളി ഇഞ്ചി എന്നാണ് നമ്മൾ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലിട്ടോ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഒരാതിരി നല്ലോണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ കൂടി വന്ന്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് മക്കളെ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ സഹായിച്ചാൽ അങ്ങനെയല്ല, നമ്മളങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. നിങ്ങളെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കിട്ടലായി. അതാ ഉദ്ദേശിച്ചത്. നമ്മളൊരു വിധം കഴിയുമെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടൊന്നും പറയുകയല്ല. കുറച്ചൊക്കെ പിന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയേണ്ടി വന്നാൽ പറയും. അതാ അപ്പം നമ്മൾ ആകെ ഒരു എന്താ പറയുക, ഒരു വിഷമത്തിലാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ഉണ്ടാകുക. നമുക്ക് വേണം. നമ്മളെ നല്ലവരായ എൻ്റെ യൂട്യൂബ് കാണുന്നവർ, എൻ്റെ ചാനൽ കാണുന്നവർ അതൊക്കെ ചെയ്യാം. നമുക്ക് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.
അതാ തീ കുറച്ച് വെച്ചാണ്, അതാണ് ഇത് വാടാത്ത. ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് അതിലിട്ട് ഇത്തിരി എണ്ണയും കൂടി വേണം തോന്നുന്നു. വെളിച്ചെണ്ണ പാർന്നിട്ടും ആകുന്നില്ല അല്ലേ, ഇത്ര വിലയല്ലേ, അതുകൊണ്ടാണ്. നല്ലൊരു തോരനേക്കൂട്ടത്. ഒന്നുകൊണ്ട് വാടി വന്നാൽ നമുക്ക് പടവല ഇട്ട് കൊടുക്കും, കുറച്ചൊന്നുകൊണ്ട് വാടി. നമ്മൾ നല്ലൊരു ചമ്മന്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ. എന്താണ് മുതിര ചമ്മന്തി, ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മഴക്കാലത്തൊക്കെ അതൊക്കെ തിന്നണത് നല്ലതാണ്, നല്ല മഴയല്ലേ, അപ്പോൾ മുതിര ഒക്കെ തിന്നണത് നല്ലതാണ്. കുട്ടികളൊക്കെ ചമ്മന്തിയൊക്കെ അരച്ചാട് തിന്നോളും, അല്ലെങ്കിൽ ഒൽപ്പൊക്കെ മടിയായിരിക്കും. അപ്പോൾ ഒരു ചമ്മന്തി ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ട് അതുപോലെ ഉണ്ടാക്കുക. പിന്നെ നമ്മളെ വിജയിപ്പിക്കുകയും ചെയ്യുക, ഇത്ര ഉദ്ദേശിച്ചു. നമ്മൾ പിന്നെ ഇതിൽ വന്ന് കുറേ നൂഡിൽസ് ആൾക്കാരെ ഇറങ്ങാറാക്കിയിട്ട് കഴിക്കും. ഒരുപാട് പറ്റ വിഷമത്തിലാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ അതാ സബോളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് പടവലും കത്തിരിയും എന്താണ് ഇതൊക്കെ തിന്നണത് നല്ല കേട്ടോ. കുമ്പളങ്ങ ഒക്കെ നല്ലതാണ് കഴിക്കണത്, നമ്മളെ എല്ലിന് ഇതിനൊക്കെ. ഇങ്ങനെ പച്ചക്കറി നമ്മൾ കുറച്ച് തിന്നണം. അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാണ് ഒഴിച്ചാൽ. അപ്പോൾ ഇത് പകുതി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ, അതായത് ഒന്നുകൂടി അപ്പം നമുക്കിത് പകുതി മുക്കാൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ജീരകപ്പൊടി, ഇതിലേക്കുള്ള മസാലകൾ ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. ചതച്ച് വെച്ച പാകത്തിന് എരു നോക്കിയിട്ടിട്ടാൽ മതി. ഞാൻ കുറച്ചും കണ്ട് അധികം പൊടിച്ചതാണ്, ചില ജാറിൽ പൊടിഞ്ഞ് വരില്ല. അപ്പോൾ അതാ ഒന്നാണ്ട് ഇളക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഉണ്ടാക്കി വെക്കും. ഇത് മാത്രം മതി നമുക്ക് ചോറിന്. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളതാട്ടോ ഉണ്ടാക്കൽ. നമുക്ക് മാനേജറൊന്നും ഇല്ലാത്ത യൂട്യൂബറായ ഒന്നുമില്ലാത്ത മാനേജറും പിന്നെന്താണ് ആരുമില്ല, വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ ഒരു ഫോണൊക്കെ വെച്ച് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് അതിൽ ഇങ്ങനെ എടുക്കണം. നമുക്ക് ക്യാമറയില്ല. അപ്പോൾ ഇത്രയൊക്കെ നന്നാവുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യില്ല. ആരും ഇല്ലാത്തവർക്കും വേണ്ട ഇതൊക്കെ ചെയ്യുക. എങ്ങനെയെങ്കിലും കഴിച്ചിലാവുമോ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഒക്കെ വണ്ടി വരില്ലാന്ന് കുറച്ചാണ് ചെറിയത്. നമ്മളിങ്ങനെ നോക്കുക ഇതിൽ. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എരിവ് ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് എരിവില്ലെങ്കിൽ രസം കൂടി ഇടുക. ഉപ്പുണ്ടാക്കട്ടെ. ഉപ്പുണ്ട്. എന്താ അതിൻ്റെയൊക്കെ ടേസ്റ്റ്.
എന്തിനാ ഈ തോനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണം? എരിവുണ്ട് കേട്ടോ മക്കളെ, കുറച്ചുകൂടി. ബാക്കി അവിടെ നിന്നോട്ടെ, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ. ജാറിൽ നമ്മൾ കുറച്ചെടുത്തൊന്ന് ചതച്ചെടുത്താൽ അത് പൊടിഞ്ഞ് കിട്ടില്ല. പൊടിയണ്ട, ചതഞ്ഞ മുളക്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നോക്കി. ഇത് കുറച്ചൊരു മഞ്ഞ കളറാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുമ്പോൾ ഒരു ചുമന്ന കളറായിട്ടാണ് തോന്നുന്നത്. ഒരു പിഞ്ച് അളവിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി കണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലിട്ടോ. നമ്മളൊക്കെ മുണ്ടാതെ നിൽക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം എന്ന് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ പാവങ്ങളെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ നമ്മളെ തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. പത്തറേ ഉള്ളൂ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇപ്പം ഇപ്പം നമ്മളെ ഈ ഫോണൊന്നും വലിയ ക്ലിയർ ഇല്ലായിട്ട് അങ്ങക്ക് അതിൻ്റെ കളറൊന്നും നേരെ കാണാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഏതായാലും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ കറിവേപ്പിൻ്റെ ഇലയൊക്കെ എൻ്റെ പാകത്തിനൊക്കെ ഇട്ടിന്. വേണമെങ്കിൽ ഒരു തണ്ടും കൂടി കറിവേപ്പിൻ്റെ ഇല ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിസ്കേണ്ട ആവശ്യമൊന്നുമില്ല. കറിവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും നല്ലതാണ്. അപ്പോൾ സബ്സ്ക്രൈബും സപ്പോർട്ട് പിന്നെ എന്താണ് ലൈക്കൊക്കെ ചെയ്യൂല നിങ്ങൾ. ഇപ്പം എല്ലാവരും ചെയ്യിട്ടാ. ഇപ്പം അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. തീ ഓഫാക്കി. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.